ഹായ്, എല്ലാവർക്കും കുടുംബശ്രീ ശാരദയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കാണിക്കുന്നത് സാരിയൊക്കെ പെട്ടിയിലേക്ക് പറക്കി വെക്കുന്ന പ്രീതിയാണ്. അന്നേരം പ്രീതിയുടെ റൂമിലേക്ക് വരികയാണ് സുസ്മിത. സുസ്മിത ചോദിക്കുകയാണ്, ഇതെന്താ ഒളിച്ചോട്ടമാണോ? ആരാ, സുസ്മിതയോ? ഇതെന്താ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നത്? അത് കുറെ ഡ്രസ് ഉണ്ട് സുസ്മിതേ. ഞാനാണെങ്കിൽ പുറത്തോട്ടൊന്നും അധികം പോകാറില്ല. വീട് അമ്പലം, അമ്പലം വീട്, ഇതേ യാത്രയുള്ളൂ. ഇതെല്ലാം ഇവിടെ ഇരുന്ന് പഴകി നശിച്ചു പോവില്ലേ? കുറച്ചെടുത്ത് ജയക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. സുസ്മിത ചോദിക്കുകയാണ്, അല്ല, അർജുനേട്ടനുമായി ഇപ്പോൾ എങ്ങനെയാണ് പ്രീതി? എനിക്കൊരു കോണ്ടാക്റ്റും ഇല്ല, കണ്ടിട്ട് തന്നെ ഒരുപാട് നാളായി. എന്തൊരു കഷ്ടമല്ലേ, നിങ്ങൾ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണെന്നറിയാം, കല്യാണവും കഴിഞ്ഞു. എന്നിട്ടും ഒന്നിച്ച് ജീവിക്കാൻ വീട്ടുകാർ അനുവദിക്കില്ല എന്ന് വെച്ചാൽ ഓരോ വിധി തന്നെ അല്ലേ? പക്ഷെ എന്റെ ഭാഗം നേരെ മറിച്ചാണ്. വീട്ടുകാര് പച്ചക്കൊടി കാണിച്ചു, എന്നിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് എന്നെ ഇഷ്ടമല്ല. അതാ ഗതികേട്. പ്രീതിക്ക് മനസ്സിലായില്ലേ, ഞാൻ വിഷ്ണുവേട്ടന്റെ കാര്യമാണ് പറഞ്ഞത്. അതിന് സുസ്മിതയെ ഇഷ്ടമല്ലെന്ന് വിഷ്ണുവേട്ടൻ പറഞ്ഞോ? നേരിട്ട് പറയണമെന്നില്ലല്ലോ. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അടുത്തെത്തുമ്പോൾ നമുക്കത് നേരിട്ട് ഫീൽ ചെയ്യും. ചിലപ്പോൾ ഒരു നോട്ടമോ ചലനമോ ഒക്കെയാവും കാരണങ്ങൾ. അത് മതി നമ്മുടെ മനസ്സ് നിറയാൻ. പക്ഷേ വിഷ്ണുവേട്ടന്റെ അടുത്തുനിന്ന് എനിക്കത് കിട്ടുന്നില്ല. എന്താ കാരണമെന്നാണ് ഒരു പിടിയും ഇല്ലാത്തത്. അല്ല, വിഷ്ണുവേട്ടന് വേറെന്തെങ്കിലും അഫയർ ഉള്ളതായിട്ട് പ്രീതിക്കറിയാമോ? ഏയ്, എനിക്കതൊന്നും അറിയില്ല. അതൊക്കെ സുസ്മിതയുടെ ഇമാജിനേഷൻ മാത്രമാണ്. ചിരിച്ചുകൊണ്ട് സുസ്മിത പറയുകയാണ്, എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടോ. സുന്ദരിയായ ഒരു പെണ്ണിന്റെ ചിരിച്ചുകൊണ്ടുള്ള സാമീപ്യം ഏത് പുരുഷനും ഏത് വിശ്വാമിത്രന്റെയും മനസ്സിളക്കുമെന്നാണ് വായിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് നിന്നോളാൻ രണ്ട് അമ്മമാരുടെയും കൺസെഷൻ എനിക്ക് കിട്ടിയത്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ അങ്ങ് കൂടുവാണ്. ഫാമാൻറ്റി വിളിച്ചു വരുത്തിയിട്ട്. പ്രീതിക്കറിയാമല്ലോ, ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ് ഞാനും വിഷ്ണുവേട്ടനും. അന്നേ അവന്റെ ഉള്ളിലെ കൊച്ചു തെമ്മാടിയെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു ഞാൻ. അന്നത് പ്രണയമാണെന്നൊന്നും അറിയില്ല കേട്ടോ. ഒരിഷ്ടം, അത്രയുള്ളൂ. ആ ഇഷ്ടം എനിക്കൊപ്പം വളർന്നു. ചെറുതായിരിക്കുമ്പോൾ നമ്മൾ അച്ഛനും അമ്മയും നാടകം കളിക്കുന്നത് ഓർമ്മയില്ലേ? അന്നും അവനെ ഭർത്താവായും കാമുകനായും ഒക്കെ ആർക്കും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. ഇനിയൊട്ട് കൊടുക്കാനും ഉദ്ദേശമില്ല. വിഷ്ണു സുസ്മിതയ്ക്കുള്ളതാണ്, സുസ്മിതയ്ക്ക് മാത്രം. ഇതൊക്കെ കേട്ട് ചിരിച്ചു തന്നെ നിൽക്കുകയാണ് പ്രീതി. അന്നേരം സത്യഭാമ മോളെ സുസ്മി എന്ന് വിളിക്കുകയാണ്. ആ വരുന്നു ആന്റി എന്ന് പറഞ്ഞിട്ട് പ്രീതിയോട് വീണ്ടും സുസ്മിത പറയുകയാണ്, വിഷ്ണുവേട്ടനും ഞാനുമായുള്ള ബന്ധത്തിന് ആകെ ഒരു സപ്പോർട്ട് ഫാമാന്റിയാണ്. ആന്റിയാണ് വിഷ്ണുവേട്ടന്റെ അവസാന വാക്ക്. അതാണ് എനിക്ക് ഈ ബന്ധത്തിലുള്ള ബലവും. ഓട്ടെ, താഴെ കാണാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് സുസ്മിത. സുസ്മിത പോയ ശേഷം പ്രീതി പറയുകയാണ്, ഈശ്വര, ഇവളിവിടെ കയറി വന്ന് എല്ലാം കലക്കുന്ന ലക്ഷണമാണല്ലോ. പിന്നീട് കാണിക്കുന്നത് കുളിച്ചിട്ട് വരുന്ന വിഷ്ണു അൽമാരിയിൽ ഡ്രസ്സൊക്കെ നോക്കുകയാണ്. ഇവിടെ വെച്ചതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും നോക്കിയിട്ട് പ്രീതി പ്രീതി എന്ന് ഉറക്കെ വിളിക്കുകയാണ്. എന്താ ഏട്ടാന്നും പറഞ്ഞ് പ്രീതി വരുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, ഞാൻ ഇവിടെ വെച്ചിരുന്ന ആ ബ്ലാക്ക് ടീഷർട്ട് എവിടെ? ഞാൻ എന്തിനാ ഏട്ടന്റെ ബ്ലാക്ക് ടീഷർട്ട് എടുക്കുന്നത്? ഞാൻ ഈ അൽമാരി തന്നെ വച്ചിരുന്നതാണ്, ഇപ്പോൾ കാണുന്നില്ലല്ലോ. ഞാൻ ഏട്ടന്റെ റൂമിലോട്ട് കയറാറ് പോലുമില്ല. ഏട്ടൻ തന്നെ നോക്ക് എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന്. ഒരു സാധനം വെച്ചാൽ കാണില്ല എന്നും പറഞ്ഞ് വീണ്ടും അവിടെയൊക്കെ നോക്കുകയാണ് വിഷ്ണു. അത് കഴിഞ്ഞ് ഫോണും നോക്കി പ്രീതി ബാൽക്കണിയിലേക്ക് പോയിരിക്കുകയാണ്. അന്നേരം ബ്ലാക്ക് ടീഷർട്ട് ഒക്കെ ഇട്ട് ജോഗിങ്ങിന് പോയി വരുന്ന സുസ്മിതയെ കാണുകയാണ് പ്രീതി. പ്രീതി വിഷ്ണുവിനെ വിളിക്കുകയാണ്, ഏട്ടാ ഒന്നിങ്ങ് വന്ന് ഒരു കാര്യം കാണിച്ചു തരാം. എന്താടി? ഒന്നിങ്ങ് വേഗം വാ, ഏട്ടൻ അന്വേഷിച്ച സാധനം അവിടെയുണ്ട്. എവിടെയെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ്, ദാ അവിടെ. ഏട്ടന്റെ ടീഷർട്ട് ഓടി വരുന്നു. ടീഷർട്ട് എന്താ ഓടി വരുന്നോ? അതെന്നെ, ടീഷർട്ടിനുള്ളിൽ ഒരാളുണ്ടെന്നേ ഉള്ളൂ. എന്ത് എന്ന് പറഞ്ഞ് ബാൽക്കണിയിലൂടെ പുറത്തേക്ക് എത്തി നോക്കുകയാണ് വിഷ്ണു. സുസ്മിത ടീഷർട്ടൊക്കെ ഇട്ട് ഓടി വരുന്നത് കണ്ട് ദേഷ്യപ്പെട്ട് വിഷ്ണു ഇവളെ ഇന്ന് ഞാൻ എന്നും പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഹാളിലേക്ക് സുസ്മിത വരുമ്പോൾ രമണൻ പിള്ളയെ കാണുകയാണ്. ഹായ് അങ്കിൾ, എന്തൊക്കെയുണ്ട് ന്യൂസ്? വായിച്ചു വായിച്ച് തല കോഴിമുട്ട പോലെ ആയല്ലോ എന്ന് പറയുമ്പോൾ ഒന്ന് പോവച്ചേ എന്ന് പറയുകയാണ് രമണൻ പിള്ള. അന്നേരം മോളെ എന്ന് വിളിച്ച് അവിടേക്ക് വരികയാണ് സത്യഭാമ. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ ജോഗിങ്? നൈസ്. ചില വായുനോക്കികളുടെ തുറച്ചുനോട്ടം ഉണ്ടായിരുന്നേ ഉള്ളൂ. അല്ല, ഈ നാട്ടിലാരും ജോഗിങ്ങിനൊന്നും പോകാറില്ലേ? ഇതത്ര വലിയ സിറ്റിയൊന്നും അല്ലല്ലോ മോളെ. കാണുമ്പോൾ ആൾക്കാർക്കൊക്കെ ഒരു കൗതുകം കാണും, അത്രേ ഉള്ളൂ. ആന്റിയും ഇടയ്ക്കൊക്കെ ജോഗിങ്ങിനൊക്കെ ഒന്ന് പോകണം, ഈ തടിയൊക്കെ ഒന്ന് കുറയട്ടെ എന്ന് പറയുമ്പോൾ ഇവളെ ഞാൻ ഇന്ന് എന്നും പറഞ്ഞ് സുസ്മിതയുടെ ചെവിക്ക് പിടിച്ചു നുള്ളുകയാണ് സത്യഭാമ. അമ്പിന് വേണമെങ്കിലേ നീ നിന്റെ വിഷ്ണുവേട്ടനെ അങ്ങ് കൂട്ടിയാൽ മതി, എനിക്ക് വേറെ പണിയുണ്ട്. അന്നേരം ദേഷ്യത്തോടു കൂടി താഴേക്ക് ഓടി ഇറങ്ങി വരികയാണ് വിഷ്ണു. സത്യഭാമ പറയുകയാണ്, 100 ആയുസാണല്ലോ, ദേ വന്നല്ലോ. ദേഷ്യപ്പെട്ട് വിഷ്ണു സുസ്മിതയോട് ചോദിക്കുകയാണ്, ഡി, നീ ആരോട് ചോദിച്ചിട്ടാ ഈ ടീഷർട്ട് എടുത്തത്? ആ, ഒരു ടീഷർട്ട് എടുക്കാൻ പഞ്ചായത്ത് ഓഫീസിൽ ആപ്ലിക്കേഷൻ കൊടുക്കണോ?
കൊള്ളാമല്ലോ എന്ന് പറയുമ്പോൾ വിഷ്ണു ദേ പെണ്ണെ എന്നും പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുകയാണ്. സത്യഭാമ പറയുകയാണ്, അവളോട് നീ ചാടിക്കടിക്കാനൊന്നും പോകേണ്ട. ഞാനാണ് ഈ ടീഷർട്ട് എടുത്ത് അവൾക്ക് കൊടുത്തത്. അമ്മയെന്ന് വിളിക്കുകയാണ് വിഷ്ണു. സുസ്മിത പറയുകയാണ്, വിഷ്ണുവേട്ടന് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ടീഷർട്ട് ഞാൻ അങ്ങ് തിരിച്ചു തന്നേക്കാം. അത് പോരെന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമില്ലാതെ വിഷ്ണു പറയുകയാണ്, നീ പോടി എവിടെന്ന്. സത്യഭാമ ചോദിക്കുകയാണ്, ഡാ മതി, ആരെ കാണിക്കാനാണ് നിന്റെ ഈർഷ്യവും ദേഷ്യവും ഒക്കെ? നീ എഴുതിയ ലവ് ലെറ്ററിന്റെ കഥയൊക്കെ ഞാൻ അവളോട് പറഞ്ഞു കഴിഞ്ഞതാണ്. അതെ, ഇനി പരസ്പരം ഒളിച്ചു വെക്കേണ്ട രണ്ടാളും. മനസ്സിനുള്ളിൽ എന്താണെന്ന് വെച്ചാൽ അവളോട് തുറന്നു പറയേ. ഇത് കേട്ട് ചിരിക്കുകയാണ് രമണൻ പിള്ളയും പ്രീതിയും ഒക്കെ. സത്യഭാമ പറയുകയാണ്, ഇനി ഞങ്ങളെ കൊണ്ട് ശല്യമുണ്ടാകുമെന്ന് പേടിക്കുകയേ വേണ്ട. എടാ, അവൾക്ക് രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. കൊണ്ടാക്കുമ്പോൾ നീ തന്നെ അങ്ങ് തുറന്നു സംസാരിച്ചാൽ മതി. ഞാൻ അമ്പലത്തിൽ എന്നൊക്കെ വിഷ്ണു പറയാൻ തുടങ്ങുമ്പോൾ സത്യഭാമ പറയുകയാണ്, നീ തന്നെ കൊണ്ടുപോകണം ഇവളെ. അതെന്റെ തീരുമാനമാണ്, അതങ്ങനുസരിച്ചാൽ മതി. ദേഷ്യപ്പെട്ട് ഇഷ്ടമല്ലാതെ അവിടെ ഇവിടെയും ഒക്കെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് വഴിയരികിൽ നിന്ന് ഫോൺ ചെയ്യുന്ന അർജുനെയാണ്. ഇതൊരു മർഡർ കേസല്ലേ ജോപ്പാ? ദൃക്സാക്ഷികളും ഉണ്ടെന്ന് പറയുന്നു. കുറച്ച് വെള്ളം കുടിക്കുമെന്ന് ഉറപ്പാണ്. തൽക്കാലം അവരോട് പോലീസിൽ കീഴടങ്ങാൻ പറയുക. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി എന്താന്ന് നോക്കാം. ഇല്ലില്ല, ഞാൻ ഓഫീസിലല്ല, നമ്മുടെ ജസ്റ്റിൻ വിളിച്ചിരുന്നു. അത്യാവശ്യമായി കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വഴിയരികിൽ കാത്തു നിൽക്കുകയാണ്. വിളിച്ചത് ജസ്റ്റിൻ ആയതുകൊണ്ട് ഏതോ കൊട്ടേഷൻ കേസ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് അർജുൻ പറയുകയാണ്, ദാ വരുന്നെന്ന് തോന്നുന്നു. ശരിയെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അർജുൻ. അർജുൻ ചോദിക്കുകയാണ്, എന്താ ജസ്റ്റിൻ ഇത്ര അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? നാട്ടിൽ ആരുടെയെങ്കിലും കയ്യോ കാലോ തലയുമൊക്കെ പോയിട്ടുണ്ടാകും അല്ലേ? തൊഴിലായി പോയില്ലേ, പിഴച്ചു പോകണ്ടേ വക്കീലെ? നിന്റെയൊക്കെ പിഴപ്പത്തിരി കൂടുതലാണ്. ഞാനാണ് വളം വെച്ച് തരുന്നതെന്നാണ് പോലീസുകാർ പറയുന്നത്. അക്കാര്യത്തിൽ എനിക്ക് വക്കീലിനോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. പോലീസിന്റെ ചവിട്ടും തുപ്പും കൊള്ളാതെ ജയിലിൽ കിടക്കാതെ എത്ര കേസിൽ നിന്നാണ് വക്കീലെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്? അല്ല, തടി പോയാൽ പിന്നെ എല്ലാം തീർന്നില്ലേ വക്കീലെ? ചവിട്ടുകൊണ്ട പാമ്പുകൾ ചുറ്റിനും ഉണ്ടേ. അവന്മാരെന്നെ കേറിയങ്ങ് മേയും, പിന്നെ കട്ടിൽ വിറ്റെഴുന്നേൽക്കാൻ പറ്റില്ല. മനസ്സിലായി. ഇപ്പോൾ എന്താ പുതിയ കേസ്? കയ്യോ അതോ കാലോ എന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റിൻ പറയുകയാണ്, കൈയും കാലും ഒന്നുമല്ല വക്കീലെ, ഇത് ഞങ്ങൾ ഇതുവരെ ചെയ്യാത്ത പണിയാണ്. ആസിഡ് എന്ന് പറയുകയാണ് ജസ്റ്റിൻ. അന്നേരം ആസിഡോ എന്ന് ചോദിക്കുകയാണ് അർജുൻ. അന്നേരം ജസ്റ്റിന്റെ കൂടെ വന്ന ആൾ പറയുകയാണ്, അതെ ആസിഡ്. ഒരു പെണ്ണിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാനാണ് കൊട്ടേഷൻ. ഗോഡ്, എന്നിട്ട് എന്ന് അർജുൻ ചോദിക്കുമ്പോൾ ജസ്റ്റിൻ പറയുകയാണ്, ചെയ്തിട്ടില്ല വക്കീലെ, കൊട്ടേഷൻ എടുത്തിട്ടേ ഉള്ളൂ, ചെയ്യാനൊരു മനസ്സറപ്പ്. നോക്ക് ജസ്റ്റിൻ, ഏതെങ്കിലും ഫ്രീക്കന്മാരുടെ പ്രേമനൈരാശ്യം തീർക്കാൻ ഒരു പെണ്ണിന്റെ ജീവിതം കുളം തോണ്ടിയിട്ട് വന്നാൽ ആ കേസ് വാദിക്കാന് വേറെ വക്കീലിനെ നോക്കിയാൽ മതി. ഈ അർജുൻ ശങ്കറിനെ അതിന് മാത്രം കിട്ടില്ല. പണി കൊട്ടേഷൻ ആണെങ്കിലും നീ ഇതുവരെ ചെയ്തതിനൊക്കെ ഒരു നീതി ഉണ്ടായിരുന്നു. അർഹതപ്പെട്ടവർ തന്നെയാണ് ശിക്ഷിക്കപ്പെട്ടതും. അതുകൊണ്ടാണ് ഞാൻ നിന്റെ ഭാഗത്ത് നിന്നത്. അല്ലെങ്കിലും ഈ പണി ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല വക്കീലെ. അതിപ്പോ ധർമ്മവും നീതിയും നോക്കിയിട്ടൊന്നും അല്ല. ആ കൊച്ചിനെ എനിക്കും വക്കീലിനും നേരിട്ടറിയാവുന്നത് കൊണ്ടാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന പെൺകുട്ടിയോ? അതാരാണ്? പേര് പറയൂ. പേര് പ്രീതി, വക്കീലിന്റെ ഭാര്യയാണ്. എന്നിട്ട് ജസ്റ്റിൻ തന്റെ മൊബൈൽ പ്രീതിയുടെ ഫോട്ടോ കാട്ടിക്കൊടുക്കുകയാണ്. അന്നേരം ആകെ അമ്പരന്ന് നിൽക്കുകയാണ് അർജുൻ. ഇതാണ് ഞങ്ങൾ ആസിഡ് ഒഴിച്ച് മുഖം വികൃതമാക്കേണ്ട പെൺകുട്ടി. പിന്നെ കൊട്ടേഷൻ തന്ന ആളെയും വക്കീൽ അറിയും. ഈ ഫ്രീക്ക് ചെക്കന്മാരൊന്നും അല്ല. വക്കീലിന് ഏറ്റവും വേണ്ടപ്പെട്ട മറ്റൊരാളാണ്. സ്വന്തം അമ്മ തന്നെ, വസുമതി കുഞ്ഞമ്മ. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ആലോചിച്ച് നിൽക്കുകയാണ് അർജുൻ. പിന്നീട് ജസ്റ്റിനെ വസുമതി വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ പറയുകയാണ് ജസ്റ്റിൻ. പ്രീതിയുടെ ഫോട്ടോ കാണിച്ചിട്ട് വസുമതി പറയുകയാണ്, ഇതാണ് ആള്. അല്ല, ഇത് വസുമതി കുഞ്ഞമ്മയുടെ മരുമകളല്ലേ? വസുമതി പറയുകയാണ്, അതെ. അതുകൊണ്ട് നിങ്ങൾ കൊട്ടേഷൻകാര് അച്ഛനും അമ്മാവനും ഒന്നും നോക്കാതെ പണി ഏറ്റെടുക്കും എന്നാണല്ലോ ഞാൻ കേട്ടിട്ടുള്ളത്. ജസ്റ്റിൻ ചോദിക്കുകയാണ്, അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇത് ഒരു പക്ഷേയും ഇല്ല. ഏതായാലും തന്റെ സംശയത്തിന് ഞാൻ മറുപടി തന്നേക്കാം. എന്റെ മകൻ അർജുൻ ഇവളുടെ മൊഞ്ചു കണ്ട് മയങ്ങിയത് മുതലാണ് ഈ കുടുംബത്തിന്റെ തകർച്ച ആരംഭിക്കുന്നത്. അമ്മയെയും അനിയത്തെയും അവൻ മറന്നു. ഇവളുടെ സാരിത്തുമ്പിലായി അവന്റെ ജീവിതം. ഇപ്പോൾ അവൾ വിട്ടിട്ട് പോയിട്ടും അവളെ ഓർത്ത് ജീവിതം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ. മറ്റൊരു ബന്ധത്തിന് സമ്മതിക്കുന്നും ഇല്ല. എല്ലാത്തിനും കാരണം ഇവളുടെ ഈ സൗന്ദര്യമാണ്. ആസിഡ് വീണ് അതങ്ങ് പോയാൽ പിന്നെ കുറെ കാലം കഴിയുമ്പോൾ അവൻ അതങ്ങ് വിട്ടോളും. ഉറപ്പാ എനിക്ക്. പിന്നെ തനിക്ക് ഈ കാര്യത്തിൽ ശങ്കയൊന്നും വേണ്ട. താനല്ലെങ്കിൽ വേറൊരാള് ഇത് ചെയ്യും. ഇത് വസുമതി നിശ്ചയിച്ചതാണ്. നടപ്പാക്കാനും വസുമതിക്കറിയാം വഴികൾ. താനല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്നതാരായാലും കൈ നിറയെ കാശാണ്. എന്താ ജസ്റ്റിന് സമ്മതമാണോ ഈ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ? പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്ത് സംഭവിച്ചാലും ഈ കേസിൽ താൻ പിടികൊടുക്കരുത്.
എന്തെങ്കിലും ചികഞ്ഞും മാന്തിയുമൊക്കെ പോലീസ് തന്റെ അടുത്തെത്തിയാലും എന്റെ പേര് വെളിയിൽ വരരുത് എന്നർത്ഥം. അവളെ വേറൊരുത്തൻ പ്രേമിക്കുന്നുണ്ടായിരുന്നു എന്നും തെറ്റിപ്പിരിഞ്ഞപ്പോൾ പ്രതികാരം എന്ന നിലയിൽ ജസ്റ്റിനെ ഈ ജോലി ഏൽപ്പിച്ചതാണെന്നുമേ പറയാവൂ. അതോടെ അവളെ അവൻ വെറുത്തോളും. ജീവനും ജീവിതവും ആരോഗ്യവും എല്ലാം തകർന്ന് പ്രീതിയുടെ മരണമായിരിക്കും പിന്നെ. ജീവച്ഛവമായി ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവള് ഒരു മുഴം കയറിലോ ഒരു ബ്ലേഡിലോ ജീവിതം അവസാനിപ്പിച്ചോളും. അത് കഴിഞ്ഞാലേ എനിക്കെന്റെ മകനെ തിരിച്ചു കിട്ടൂ. അതിനുവേണ്ടി ആരെയെങ്കിലും കൊന്നു എന്നുള്ള പാപം ഈ വസുമതിക്ക് വേണ്ട. നടന്ന സംഭവങ്ങൾ പറഞ്ഞു നിർത്തുകയാണ് ജസ്റ്റിൻ. ജസ്റ്റിൻ അർജുനോട് പറയുകയാണ്, വക്കീലിനോട് കൂറും കടപ്പാടും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിവിടെ വന്ന് പറയുന്നത്. വസുമതി കുഞ്ഞമ്മ പറഞ്ഞതുപോലെ വേറെയും കൊട്ടേഷൻകാർ ഇഷ്ടം പോലെ ഉണ്ട്. ഈ നാട്ടിലല്ലെങ്കിൽ വേറെ നാട്ടിൽ. അവരാരെങ്കിലും വന്ന് ഈ പണി ഏറ്റെടുത്താൽ ജസ്റ്റിനെ കുറ്റം പറയല്ലേ വക്കീലേ? ഞാൻ അറിഞ്ഞ കാര്യം ഇവിടെ വന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ തന്നെയാണ് ഇതിവിടെ വന്ന് പറഞ്ഞതെന്ന് ആരോടും പറഞ്ഞേക്കല്ലേ. നമ്മുടെ തൊഴിലിന് നിരക്കാത്ത പരിപാടിയാണിത്. എന്നാൽ ഞങ്ങളങ്ങ് പോയേക്കുവാണ് വക്കീലേ. പ്രീതി കൊച്ചിനോടൊന്ന് സൂക്ഷിച്ചോളാൻ പറയണം. പണ്ട് വക്കീലിനടുത്ത് കേസ് പറയാൻ വന്നപ്പോൾ ഒരു കപ്പ് ചായ വാങ്ങി കുടിച്ച നന്ദി ഞങ്ങൾക്ക് ആ കൊച്ചിനോടുണ്ട്. അതായി കൊട്ടേഷൻ ഞങ്ങൾ എടുക്കാത്തത്. അപ്പൊ ശരി, ഞങ്ങൾ അങ്ങ് വിടുവാണ്. അത്രയും പറഞ്ഞ് ജസ്റ്റിനും കൂട്ടാളിയും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാജേശ്വരിയുടെ വീടാണ്. ഇവിടെ താളമൊക്കെ കൊട്ടിയിരിക്കുകയാണ് കോശി. കൂടെ ബാലചന്ദ്രനുമുണ്ട്. അന്നേരം അവിടേക്ക് മദ്യക്കുപ്പിയുമായി വരികയാണ് രാജേശ്വരി. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി കോശി പറയുകയാണ്, ഇങ്ങനെയാണ് സന്തോഷമുള്ള വീട്ടമ്മമാര്, ഐശ്വര്യമുള്ളവരും. പണ്ട് എന്റെ വീട്ടിലും ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു. കള്ളെന്ന് കേട്ടാലേ കലിയാണ്. അങ്ങനെയുള്ള ഒന്നിനെ ഭൂമിക്ക് മീതെ വച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഇറങ്ങിപ്പോടിയെന്ന്. പക്ഷെ അവൾ ഇറങ്ങി ഓടി തള്ളിക്കളഞ്ഞു. ആദ്യം ക്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, കുടി കൂടിയിട്ട് അച്ചാമ്മ കോശിച്ചായനെ തള്ളിക്കളഞ്ഞിട്ട് പോയെന്നാണല്ലോ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. കൊണ്ട് കോശി പറയുകയാണ്, ആ അതാണ് ശരി. പോയി ഞാൻ തന്നെ എടുത്ത് കിണറ്റിലിടാൻ വേണ്ടി ഇരുന്നതാണ്. അതിനു മുൻപ് അവൾ അങ്ങ് പോയി. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അച്ചാറ് കൂട്ടിയിട്ട് കോശി പറയുകയാണ്, നല്ല അച്ചാറ്, ഇത് എനിക്ക് വേണം. ബാലചന്ദ്രൻ പറയുകയാണ്, അതിനെന്താ, ഇവിടത്തെ അച്ചാറ് മുഴുവൻ കോശിച്ചായനുള്ളതല്ലേ. നിങ്ങൾ 50 ലക്ഷത്തിൽ നിന്നും 15 ലക്ഷത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ തന്നെ അച്ചാറ് കുറെ ഞങ്ങൾ അച്ചായന് വേണ്ടി സ്റ്റോക്ക് ചെയ്തതാണ്. അത് പിന്നെ അത് ഇതുപോലൊരു നല്ല കാര്യത്തിനായതുകൊണ്ടാണ് എന്ന് പറയുകയാണ് കോശി. അത് പിന്നെ ആ ഭൂമി കുറെ നാളായിട്ട് വെറുതെ കിടക്കുകയല്ലേ, ആർക്കും പ്രയോജനമില്ല. ആ പിന്നെ മുൻപൊരിക്കൽ കുരിശുപള്ളി പണിയാൻ വേണ്ടി വികാരിയച്ഛൻ ഇടവകയ്ക്ക് വേണ്ടി ഈ സ്ഥലം ചോദിച്ചതാണ്. എന്റെ പട്ടി കൊടുക്കുമെന്ന് പറഞ്ഞു ഞാൻ. പള്ളിയാണെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർക്കല്ലേ അത് ഉപകരിക്കൂ. കള്ള് ഷാപ്പാകുമ്പോൾ എല്ലാ മതവിഭാഗക്കാർക്കും അവിടെ വന്ന് നമസ്കരിക്കാമല്ലോ. ഞാനൊരു മതേതര ചിന്താഗതിക്കാരനാണെന്ന് മനസ്സിലായല്ലോ. തിരിച്ചുകൊണ്ട് ബാലചന്ദ്രൻ പറയുകയാണ്, മനസ്സിലായി. കോശിച്ചായൻ മതിയായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയായി. ഇത് കേട്ട് കോശി പറയുകയാണ്, എന്തിനു മെനക്കേട്, നമുക്കിതുപോലെ ബാറിൽ കയറിയിറങ്ങി ആട്ടോയിൽ ഉറങ്ങിയുള്ള സുഖം പോയല്ലോ. അല്ല, നിങ്ങളൊന്ന് വിശദമായിട്ട് പറഞ്ഞേ, എന്താ നിങ്ങൾക്ക് ആ ഭൂമി വാങ്ങിയിട്ടുള്ള പരിപാടി? ബാലചന്ദ്രൻ പറയുകയാണ്, പരിപാടി മുൻപേ പറഞ്ഞിട്ടുള്ളത് തന്നെ. നല്ല ഒന്നാന്തരം ഒരു കള്ളുഷാപ്പ്. അത് ഉഗ്രൻ എന്ന് പറയുകയാണ് കോശി. ബാലചന്ദ്രൻ പറയുകയാണ്, കൂടുതൽ കഴിക്കുന്നവർക്ക് കപ്പയും മീൻകറിയും ഫ്രീ ആണ്. കോശി പറയുകയാണ്, ബെലേഫേഷ് സൂപ്പർ. പക്ഷേ വിചാരിക്കുമ്പോൾ ചെന്നങ്ങ് ഷാപ്പ് തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കോശി. രാജേശ്വരി പറയുകയാണ്, ലൈസൻസ് സംഘടിപ്പിച്ചു തരാനൊക്കെ നമുക്ക് ആളുണ്ട് കോശി. കടയുടെ പേരിലേ ഉള്ളൂ കള്ള്. നമ്മൾ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കച്ചവടം വേറെയാണ്. ബാക്കി ബാലചന്ദ്രൻ പറയുകയാണ്, ചാരായം. ഈ സ്പിരിറ്റ് സംഭരിച്ചു വെക്കാൻ ഒരു അണ്ടർഗ്രൗണ്ട് ഗോഡൌണും ഉണ്ടായിരിക്കും. കോശി പറയുകയാണ്, എന്നാൽ പിന്നെ ഞാൻ അതിൽ കിടന്ന് പൂണ്ടങ്ങ് വിളയാടും. രാജേശ്വരി പറയുകയാണ്, കോശി മാത്രമല്ല, ആ ഷാപ്പിലെത്തുന്ന ഓരോരുത്തരും അഴിഞ്ഞാടണം. ഒരുത്തന്റെയും തലയ്ക്ക് വെളിവുണ്ടാകരുത്. പൂരപ്പാട്ടും തെറിവിളികളും കൊണ്ട് മാനമുള്ളവരാരും ആ പരിസരത്ത് പോലും വരരുത് എന്നർത്ഥം. കോശി ചോദിക്കുകയാണ്, അതെന്തിനാ രാജേശ്വരി? അപ്പോൾ നമ്മുടെ ഷാപ്പിലെ കച്ചവടം കുറയില്ലേ? അയ്യോ കോശിച്ചായ, കള്ള കച്ചവടം നടത്തി മുതലാളിനി ആവാൻ വേണ്ടിയിട്ടല്ല ചേച്ചിക്ക് ഞാൻ ഈ ഷാപ്പിന്റെ ഐഡിയ പറഞ്ഞു കൊടുത്തത്. കുടുംബശ്രീ ഹോട്ടലിന്റെ മുച്ചൂടും തകർക്കാനുള്ള ഒരു മാർഗം മാത്രമായിട്ടാണ്. ഓ അങ്ങനെയെന്ന് കോശി പറയുമ്പോൾ രാജേശ്വരി പറയുകയാണ്, അതെ, മാനവും മര്യാദയുമുള്ള ഒരാളും നമ്മുടെ കള്ളുഷാപ്പിന് മുൻപിലൂടെ പോകാൻ പറ്റില്ല എന്ന് വന്നാൽ കുടുംബശ്രീയിലെ കച്ചവടം കുറയുമെന്ന് ഉറപ്പാണ്. പോകെ അത് പൂട്ടി ശാരദയുടെയും മക്കളുടെയും വയറ്റിപ്പിഴപ്പ് മുട്ടും. ശാലിനിയുടെ കോപ്പിൽ IASഉം ശ്യാമയുടെ പഠിത്തവുമൊക്കെ സ്വാഹ. പിന്നെ 10 ലക്ഷം എന്നല്ല 10 പൈസ വാങ്ങാതെ കണ്ണീരോടുകൂടി പടിയിറങ്ങിത്തരും ശാരദയും മക്കളും. ഒരിക്കൽ കുമ്പിടാൻ സമ്മതിച്ചവൾ
സാഷ്ടാംഗം വന്നി കാൽക്കൽ വീഴും. ആ ദിവസത്തിന് വേണ്ടിയാണ് ഈ രാജേശ്വരി ജീവിക്കുന്നത് തന്നെ. ഇതൊക്കെ കേട്ട് കോശി പറയുകയാണ്, നിങ്ങൾ ആരെ വേണമോ പടിയിറക്കുകയോ വീഴ്ത്തുകയോ എന്തൊക്കെ വേണമെങ്കിലും ചെയ്യുക. പക്ഷെ അതിനുള്ള പ്രത്യുപകാരമായിട്ട് എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ആ ഷാപ്പിൽ എനിക്ക് മാത്രമായിട്ടൊരു മുറി. വേറെ ആർക്കും അവിടെ കള്ള് വിളമ്പാൻ പാടില്ല. ആ ജീവനാന്തം എനിക്കവിടെ കള്ളും കറിയും ഫ്രീ. ഓ സെറ്റ് എന്ന് പറഞ്ഞ് ബാലചന്ദ്രനും കോശിയും പരസ്പരം കൈയടിക്കുകയാണ്. രാജേശ്വരി പറയുകയാണ്, സമ്മതമാണ്, കോശിക്ക് ഞങ്ങൾ തരും ആ ജീവനാന്തം കള്ള് ഫ്രീ ആയിട്ട്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.